നവകേരളം എന്ന സ്വപ്നത്തിലെ കുറച്ച് ചുവടുവെപ്പോടെ കേരളം മുന്നേറുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷം പിന്നിട്ടു. അവ്യക്തമായതോ അതിശയോക്തിപരമായതുമായ ഒരു സങ്കല്പമല്ല. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങളാകെ എണ്ണിപ്പറയാൻ ഈ സന്ദർഭം എടുക്കുന്നില്ല. പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളം കുതിക്കുകയാണ്. പ്രതിസന്ധികൾ മറികടന്ന് കേരളം കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി എതിർത്ത് മുന്നേറണമെന്ന് മുഖ്യമന്ത്രി. ലക്ഷ്യമാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട്. അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിൽ സർക്കാരിന് നൽകി വരുന്നത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി. അർഹമായ പലതും തടഞ്ഞു വെച്ച് സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സമരം ചെയ്തും നിയമപോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ്. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുടെ സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുകയാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനമാകെ നവംബർ 1 അതിദാരിദ്ര്യമുക്തമാകുമെന്നും മുഖ്യമന്ത്രി. പദ്ധതിയിലൂടെ 2025 മാർച്ച് വരെ 4,51,631 വീടുകൾ പൂർത്തീകരിച്ച് നൽകാനായിരുന്നു. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 59,707 കുടുംബങ്ങളെ 79.22% അതിദാരിദ്ര്യമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കല്യാണിക്ക് വിട നൽകി നാട്. കല്യാണിയുടെ സംസ്കാരം പൂർത്തിയായി. കല്യാണിയുടെ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് ആലുവ റൂറൽ SP M ഹേമലത. PMCയും കളമശ്ശേരി ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരുന്നു. അത്യാവശ്യം പൂർത്തിയായി. അപ്പോൾ ഇതിന് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തായിട്ട് ഇതിൽ വേറെ മോട്ടീവ്സ് ഉണ്ടോ ഇല്ല അതിനായിട്ടുള്ള തെളിവുകളുണ്ടോ നമ്മൾ കണ്ടെത്തണം. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ ED ഉദ്യോഗസ്ഥർക്കെതിരായ കൈക്കൂലി കേസിൽ വിജിലൻസ് സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും വിജിലൻസ് ശാസ്ത്രീയ പരിശോധന നടത്തും. തങ്ങൾക്കെതിരെ കുരുക്ക് മുറുകിയതോടെ ന്യായീകരണ വാർത്താക്കുറിപ്പുമായി EDയും രംഗത്തെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരട്ട അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്ന് AA റഹീം MP. എന്നത് BJPക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പണികളാണ്. അവർ തന്നെ അഴിമതിക്കാരായി മാറി, അഴിമതിയുടെ കേന്ദ്രമായി മാറി, പിടിച്ചുപറിയുടെ കേന്ദ്രമായി മാറി. നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, രാജ്യത്തിൻ്റെ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യുക, എക്കോണമിക്ക് സേഫ് ഗാർഡായി മാറുക, ഈ ലക്ഷ്യത്തോടൊക്കെയാണല്ലോ ED
കൈക്കൂലി കേസിൽ വിജിലൻസ് കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണക്കേസിൽ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ BJPക്കായി പണം കൈപ്പറ്റിയെന്നും തിരൂർ സതീഷ്. പേരൂർക്കട വ്യാജ മോഷണക്കേസിലെ ബിന്ദുവിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവഗണിച്ചുവെന്ന വ്യാജ പ്രചാരണങ്ങൾ പൊളിഞ്ഞു. വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉറപ്പു നൽകിയിരുന്നതായി ബിന്ദുവിന്റെ അഭിഭാഷകൻ SV കിഷോർ വ്യക്തമാക്കി. സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാനും കൂടിയാണ് പോയത്. എന്തായാലും ഈ മൂന്നിടത്തും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടോൺമെൻറ്റ് AC ബിന്ദുവിനെ മൊഴിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ തെറ്റാര് ചെയ്താലും കർശന നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതാരുടെ ഭാഗത്തുണ്ടായാലും ആ തെറ്റായ പ്രവണതയെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ആര് പറഞ്ഞാലും അത് നിങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കുട്ടികൾ പിടിക്കാം. തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നൂതനമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലീസ് മുറ ഇപ്പം പ്രയോഗിക്കേണ്ടതില്ല. ഒരു കുറ്റം തെളിയിക്കാൻ ഒട്ടേറെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള അന്വേഷണ രീതികളും നിലനിൽക്കുമ്പോൾ ഈ ദളിത് യുവതിക്കെതിരായ പോലീസ് നടപടിയിൽ ഇരയ്ക്കൊപ്പം സർക്കാർ ഉണ്ടെന്ന് AR റഹീം MP. ആവശ്യമില്ല. കേരളത്തിലെ പോലീസ് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പോലീസാണ്. രാജ്യത്തിനാകെ അത് മാതൃകാപരമാണ്. കേരളത്തിലെ DYFI പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം അവിടെ ഗവൺമെൻറ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇരയ്ക്കൊപ്പം മാധ്യമങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ആരോപണം വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരസ്യമല്ലാതെ സർക്കാർ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പരസ്യമല്ലാതെ വാർത്ത വരുത്തുന്ന രീതിയിൽ മാധ്യമങ്ങളെ കൊണ്ട് പണം കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. സർക്കാരോ സർക്കാരിൻ്റെ ഏത് ഏജൻസിയാണ് ഇതിനു വേണ്ടി പണം കൊടുക്കുന്നത്? ജനങ്ങളുടെ നികുതി പണമാണ്. സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പരസ്യമല്ലാതെ അത് ചെലവാക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നു. ഈ മാസം 25ഓടെ സംസ്ഥാനത്ത് കാലവർഷമെത്തും. തമിഴ്നാട്ടിലും കർണാടകയിലും അതിശക്തമായ മഴ തുടരുന്നു. മധുരയിൽ വീടിന്റെ സൺഷേഡ് തകർന്ന ഒരു കുട്ടിയടക്കം 3 പേർ മരിച്ചു. ബംഗളൂരുവിൽ ഒരു അപ്പാർട്ട്മെന്റിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു. വീടിനകത്ത് കയറിയ വെള്ളം കളയാൻ മോട്ടോർ പ്രവർത്തിപ്പിച്ചപ്പോഴായിരുന്നു അപകടം. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന 6 വരി ദേശീയപാത തകർന്നു വീണ സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 3 പേരടങ്ങുന്ന സ്വതന്ത്ര വിദഗ്ധ സംഘം നാളെ സ്ഥലത്തെത്തുമെന്ന് ജില്ലാ കളക്ടർ. നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പോർട്ട് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇന്നലെ വലിയൊരു ദുരന്തമുണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു കാരണം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും പാതയോരത്ത് മാലിന്യം തള്ളുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. റാപ്പർ വേഡിന്റെ സംഗീത പരിപാടിക്കിടെ പാലക്കാട് കോട്ട മൈതാനത്ത് 1,75,552 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പാലക്കാട് നഗരസഭ. കോട്ട മൈതാനത്തെ ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നുകളും നശിപ്പിച്ചതായി പരാതി. പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകർ പട്ടികജാതി വികസന വകുപ്പിന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി.
വന്യജീവി ആക്രമണം തടയുവാൻ കേന്ദ്ര സർക്കാർ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം പ്രക്ഷോഭം ആരംഭിക്കുന്നു. വന്യജീവി ആക്രമണം തടയുവാൻ നിലവിലുള്ള കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ആവശ്യപ്പെട്ടു. ഈ മാസം 22 മുതൽ 29 വരെ മലയോര പ്രചാരണ ജാഥ നടക്കും. മെയ് 30, 31 തീയതികളിൽ വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ രാപ്പകൽ ഉപരോധം സംഘടിപ്പിക്കും. തുടക്കം കുറിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി ഒരു പ്രചാരവേല, ഒരു കേരളമാകെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഒരു മലയോര ജാഥ എന്ന നിലയിൽ ഒരു വൻപിച്ച പ്രചാരവേല കർഷക സംഘം അതിന് നേതൃത്വം കൊടുക്കുന്നത് ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള EP ജയരാജനാണ്. വയനാട് മൂപ്പനാട് വാളത്തൂർ പ്രദേശത്ത് പുലിയിറങ്ങി. ആനടിക്കാപ്പ് റോഡിൽ കുറച്ചു ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രദേശത്ത് സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടുവാനുള്ള ദൗത്യം തുടരുന്നു. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറ കൂടി പ്രദേശത്ത് സ്ഥാപിച്ചു. 50 നിരീക്ഷണ ക്യാമറകൾ നേരത്തെ സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങളില്ല. കോഴിക്കോട് നഗരസഭയ്ക്ക് കീഴിൽ എല്ലാ കെട്ടിടങ്ങളിലും സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്. പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തം അന്വേഷിക്കുവാൻ ഉദ്യോഗസ്ഥതല ആഭ്യന്തര കമ്മിറ്റി രൂപീകരിച്ചുവെന്നും മേയർ. ടോപ്പ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.